എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കിടിലം മാമ്പഴ പുഡിങ് തയ്യാറാക്കിയാലോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ മാമ്പഴ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് ബ്രെഡാണ്. നിങ്ങൾക്ക് വെള്ള ബ്രെഡോ അതല്ല ബ്രൗൺ ബ്രെഡ് ആയാലും എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 സ്ലൈസ് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആ ബ്രൗൺ പാർട്ടൊക്കെ മാറ്റി ഇതേപോലെ മുറിച്ചെടുക്കണം. അതായത് സൈഡിലുള്ള ബ്രൗൺ പാർട്ടൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് മുറിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല പൊടിയായിട്ട് തന്നെ നമുക്കിത് കിട്ടും. ജസ്റ്റ് കറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് അതൊന്നും തന്നെ അങ്ങനെ മിക്സിയിൽ ഇതിൽ മുറിച്ചിട്ടതിന് ശേഷം നമുക്കിതൊന്ന് പൊടിയാക്കി എടുത്തുകൊണ്ട് വരാം. ഇപ്പം ഞാൻ ബ്രെഡ് നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കുമ്പോൾ തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കസ്റ്റാർഡ് പൗഡർ. ഇപ്പോൾ നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ അതായാലും മതി. പിന്നെ വേണ്ടത് നല്ല പഴുത്ത മാങ്ങ. കണ്ടില്ലേ, ഞാൻ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇപ്പം ഇത്രയും കളറില്ല കേട്ടോ, എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാമറയുടെ കളറാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇതേപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, കസ്റ്റാർഡ് പൗഡർ ഒട്ടും തന്നെ കട്ട കെട്ടാണ്ട് നമുക്കൊന്ന് അലിച്ചെടുക്കണം. അതായത് നന്നായിട്ട് അലിയിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ, തണുത്ത വെള്ളമാണോ ചേർക്കുക, ചൂടുവെള്ളമല്ല ചേർക്കേണ്ടത്. ജസ്റ്റ് തണുത്ത വെള്ളം ചേർത്ത് കൊടുത്ത് സാധാ നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കാം. അതായത് 1/2 കപ്പ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നമുക്കിത് നന്നായിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ മാമ്പഴ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ തയ്യാറാക്കി വയ്ക്കേണ്ട സാധനങ്ങൾ. അതായത് നമ്മൾ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയിലാണ്ട് അലിയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡിൻ്റെ ക്രംസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാമ്പഴം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ കളർ ഇപ്പോൾ വീഡിയോയുടെ അതായത് ക്യാമറയുടെ ആണെന്ന് തോന്നുന്നു നല്ല കളറായിട്ട്, ഇത്രയും കളറില്ല കേട്ടോ, ഇച്ചിരി കളർ കൂടുതലായിട്ട് തോന്നുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ആദ്യം നമ്മൾ കുറച്ച് പാല് ആവശ്യമുണ്ട് നമുക്ക്. അത് ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഈ പാല് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അതായത് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗർ ഇടുന്നേ ഉള്ളൂ. നിങ്ങൾ നമ്മുടെ സാധാരണ പഞ്ചസാര ഉണ്ടല്ലോ, വെള്ള കളർ പഞ്ചസാര, അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ പ്യൂരി ഉണ്ടല്ലോ, അതായത് മാമ്പഴം അടിച്ചെടുക്കുന്നത്, അതുകൂടെ അതിനകത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ പാല് ഒരുപാട് ചൂടായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടത് മാമ്പഴം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചിലപ്പോൾ ഈ മാമ്പഴം ഇട്ട് കൊടുക്കുമ്പം ഇത് ശരിക്കും ഇച്ചിരി തിക്കായിട്ടുള്ള പേസ്റ്റാണല്ലോ, പാലുമായിട്ടൊന്ന് അലിഞ്ഞ് ചേരാൻ ഇച്ചിരി പാടായിരിക്കും. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതധികം ചൂടില്ലല്ലോ പാലിന്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഈ കൂട്ട് ഇത്രയും കൂടി എടുത്തിട്ട് നിങ്ങൾ മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഞാൻ അങ്ങനെ കറക്കിയെടുത്താണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ആ മാമ്പഴമൊക്കെ നന്നായിട്ട് ഇതിനകത്ത് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും തീ ഓൺ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമേ അതായത് നമ്മുടെ പാലും പഞ്ചസാരയുടെ കലക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് ചൂടായി. ആ സമയത്താണ് മാമ്പഴ പ്യൂരി ഒഴിച്ചു കൊടുത്തത്. അപ്പം മാമ്പഴം നന്നായിട്ട് കലങ്ങിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ പാലും അതായത് ഈ മിക്സ് എടുത്ത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. അപ്പോൾ അതാണ് നന്നായിട്ട് മിക്സായി കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ജസ്റ്റ് വീണ്ടും തീ ഓൺ ചെയ്തു. വീണ്ടും ഒരു ചെറിയ ചൂടായി വന്ന സമയത്ത് നേരത്തെ നമ്മൾ കലക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ മിക്സ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നന്നായിട്ട് അടി ചേർത്ത് ഇളക്കണം, അല്ലെങ്കിൽ നമ്മുടെ മിക്സ് പെട്ടെന്ന് കട്ടിയാവും. അതുകൊണ്ട് തന്നെ അടി ചേർത്ത് നമുക്ക് ഇളക്കണം. അപ്പോൾ അങ്ങനെ ഇളക്കി അടി ചേർത്ത് ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓൾറെഡി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ബാച്ച് ബൈ ബാച്ചായിട്ട് ഒന്നിച്ചങ്ങിട്ട് ഇളക്കല്ലേ, അതായത് ഒന്നിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കാൻ അപ്പോഴത്തേക്കും ഭയങ്കര കട്ടിയായിട്ട് വരും, കട്ട കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്ത് നമുക്കിതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ഈ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർക്കാം.
അതല്ല കോൺഫ്ലോറും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈദാപ്പൊടി ആയാലും ചേർത്താൽ മതി. അപ്പോഴും നമുക്ക് ഈ കൺസിസ്റ്റൻസി പരുവത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് മുഴുവനും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ, എന്നാലേ അത് ശരിക്കും ഒന്ന് സെറ്റായി കിട്ടത്തുള്ളൂ. അപ്പം ഞാനിത് ശരിക്കും ഒന്ന് കുറുക്കിയ വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല. ഇച്ചിരി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മളിത് സ്റ്റീം കയറ്റി വേവിക്കാൻ വേണ്ടി വെക്കാവൂ. എന്നാലും അത് നല്ല രീതിയിൽ നല്ല കൺസിസ്റ്റൻസി പരുവത്തിൽ നമുക്കത് വെന്ത് കിട്ടി, അത് പുഡിങ്ങിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കി ഒന്ന് വേവിച്ച് എടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ വേറെ അടുപ്പിലോട്ട് നമ്മുടെ ഇത് സ്റ്റീം കയറ്റാൻ വേണ്ടി ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിരുന്നു. നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ച് വയ്ക്കാം. അപ്പോൾ സ്റ്റീമർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു വലിയ പാത്രം എടുക്കുക, അതിന് മുകളിലേക്ക് ഇതുപോലത്തെ ഒരു റാക്ക് വെക്കുകയോ, അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അരിപ്പ, ഞാനിത് ചോറ് വാർത്തിടുന്ന അരിപ്പയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു അരിപ്പ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായാലും വെച്ചാൽ മതി. കണ്ടില്ലേ, ഇതാകുമ്പം നന്നായിട്ട് നമുക്ക് മുകളിലേക്ക് ആവി കയറി വരികയും ചെയ്യും. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കുകയാണ്, അത് നന്നായിട്ട് സ്റ്റീം വരാൻ വേണ്ടി വെക്കുകയാണ്. ഇനി നമ്മൾ കുറുക്കിയെടുത്ത നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റീലിൻ്റെ പാത്രമായാലും ഏത് പാത്രമായാലും എടുത്താൽ മതി, ഏത് ഷേപ്പുള്ള പാത്രമായാലും എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലത്തെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. സോ അതിനകത്തേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്ന മിക്സ് അധികം അങ്ങോട്ട് കുറുകിയിട്ടില്ല, ഇച്ചിരി ഒന്ന് നന്നായിട്ട് കുറുക്കി വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടി കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി അല്ല, ഇത്തിരിയും കൂടെ നന്നായിട്ട് കുറുക്കി എടുത്താലേ നമുക്കിത് ശരിക്കും നന്നായിട്ടൊരു വെന്ത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് കുറേ സമയം എടുക്കും നമുക്കിത് വേവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ജസ്റ്റ് ഇങ്ങനെ അടിയൊന്നും തട്ടി കൊടുക്കത്തില്ല, അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി. അതുപോലെ നമുക്കൊന്ന് തട്ടി എയർ ബബിൾസൊക്കെ കളയാം. അതിനുശേഷം ഇതൊന്നെങ്കിലും ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം കയറ്റി വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇപ്പോൾ അതിനകത്ത് നന്നായിട്ട് സ്റ്റീം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാത്രം ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 45 തൊട്ട് 50 മിനിറ്റ് നേരമെങ്കിലും നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുക വെന്തോ എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി, ഇപ്പോൾ തന്നെ ഓൾറെഡി നല്ല കുറുകിയിരിക്കുമ്പോൾ തന്നെ നല്ലതായിട്ടത് സെറ്റായിട്ട് കിട്ടും. അതായോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുക. അതല്ല ഇച്ചിരി നേരം കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വയ്ക്കുക. എനിക്കിത് ശരിക്കും ഏകദേശം 1 മണിക്കൂറിൽ എടുത്തു. കാരണം എൻ്റെ മിക്സിൻ്റെ ഇച്ചിരി വെള്ളമായിട്ട് അത് നന്നായിട്ട് ഞാൻ കുറുക്കി എടുത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു 50-55 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വരത്തില്ല നന്നായിട്ട് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പം ഞാൻ അതിൻ്റെ മൂടിയൊക്കെ തുറന്ന് ഒരു 55 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ മൂടി തുറന്ന് നോക്കിയതാണ്. അപ്പം ഏകദേശം എൻ്റെ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് പാത്രം ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം, ശരിക്കും ഒരുപാട് ചൂടോട് വേണ്ടി നമ്മൾ റെഫ്രിജറേറ്റർ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം, ഒരുപാട് അങ്ങ് തണുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂട് നാറി കഴിഞ്ഞിട്ട് നമുക്കിത് നേരെ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ട് ഏകദേശം ഒരു 4-5 മണിക്കൂർ നേരമെങ്കിലും നമുക്കിത് തണുക്കാൻ വേണ്ടി അനുവദിക്കുക. അതിനുശേഷം മാത്രമേ നമ്മളിത് എടുക്കാവൂ. അങ്ങനെ തണുത്ത് എടുത്ത് നമ്മുടെ പുഡിങ്ങാണിത്. കണ്ടില്ലേ, ഏകദേശം ഒരു 4-5 മണിക്കൂറോളം ഞാനിത് റെഫ്രിജറേറ്റർ ചെയ്തിരുന്നു. ഇനി നമുക്കൊരു പാത്രം വെച്ച് ഇതേപോലെ കമത്തിയിടാം. ജസ്റ്റ് മുകൾ ഭാഗം ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, നന്നായിട്ട് ഇത് പുറത്തോട്ട് വന്നോളും. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാൻ പാടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈഫ് വെച്ച് അതിൻ്റെ ചുറ്റിനൊന്ന് വട്ടത്തിലൊന്ന് കറക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ പാത്രത്തോട്ട് തിരിച്ച് വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ടിത് ഇളകി വരും. കണ്ടില്ലേ, നമ്മുടെ പുഡിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ആ പരുവെന്ന് പറയുന്നത്. ഇനി നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുഡിങ്ങാണിത്. മാമ്പഴ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്, അതായത് മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ പുഡിങ് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം സാധാ പുഡിങ്ങിൽ നിന്ന് ഇച്ചിരി ഒന്ന് വ്യത്യസ്തമായിട്ടാണ്. എല്ലാവർക്കും ഈ ടേസ്റ്റ് പിടിക്കണമെന്നില്ല. ഒരു മാമ്പഴത്തിൻ്റെയും നമ്മുടെ ആ ബ്രെഡിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സൈഡിലെ കുഞ്ഞു ബെൽബട്ടൺ അമർത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.